ഹൃദയ ദൗർബല്യം പരന്തപ. ഹേ പാർത്ഥ, തരന്താണ് ഈ ആനന്ദമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ സുന്ദരമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽപ്പിക്കും. ഭാവാർത്ഥം: അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് ഹൃദയയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് കൃത അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിന് മാത്രമേ ക്ഷത്രിയനാവൂ. ഒരു ബ്രാഹ്മണപുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിന് മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വപിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായിക്കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് കീർത്തികരമായൊരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനന്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ബഹുമാന്യനായ ഭീഷ്മത്തോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി നോക്കിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കും. പക്ഷേ കൃഷ്ണൻ ഇത്തരം മനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതിയത്. ഇത്തരം കപട മനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അഹിംസ തത്വം ഈ കപട മഹാമനസ്കത കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇവിടെ എന്താ നമുക്കറിയാം, മഹാഭാരത യുദ്ധം, യുദ്ധത്തിലെ തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ മൊത്തം തനിക്കൊന്ന് കാണണമെന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു. അപ്പോ അർജുനന്റെ ആ നിർദ്ദേശപ്രകാരം രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് ഭഗവാൻ ആ തേര് കൊണ്ട് നിർത്തിവിട്ടു. അങ്ങനെ അർജുനൻ നോക്കുമ്പോൾ കാണുന്നത് ആരൊക്കെയാണ്? തന്റെ മുത്തശ്ശന്മാർ, പിതാവിന് തുല്യമുള്ള ആൾക്കാര്, പിന്നെ എന്താണ് ഗുരുജനങ്ങൾ, ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കള്, തന്റെ പുത്രന് തുല്യമായിട്ടുള്ള ആൾക്കാര്, ഇവരൊക്കെയാണ് തന്റെ എതിർപക്ഷത്ത് തനിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജുനൻ ഭക്തനാണ്, കരുണയുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും താൻ ഇവരെ എല്ലാം കൊല്ലേണ്ടി വരുമല്ലോ. ഇങ്ങനെ തനിക്ക് രാജ്യം നേടാനായിട്ട് തന്റെ പിതാവിന് തുല്യരായിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ മുത്തശ്ശന്മാർക്ക് തുല്യരായിട്ടുള്ള, തന്റെ ഗുരുക്കന്മാർക്ക് തുല്യരായിട്ടുള്ള, പുത്രന്മാർക്ക് തുല്യരായിട്ടുള്ള, സുഹൃത്തുക്കൾക്ക് തുല്യരായിട്ടുള്ള, അമ്മാവന്മാർക്ക് തുല്യരായിട്ടുള്ള ആൾക്കാരെ എല്ലാം കൊല്ലേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം അർജുനനെ വല്ലാതെ ഉലച്ചു. അങ്ങനെ അർജുനൻ തകർന്ന് തരിപ്പണമായി. കയ്യിൽ നിന്ന് അമ്പും വില്ലെല്ലാം താഴേക്ക് ഊർന്നു വീഴുന്നു. അർജുനൻ കുറേ കാര്യങ്ങൾ കൃഷ്ണനോട് ചോദിക്കുന്നു. ഇങ്ങനെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമാനെ പോലെയാണ് ചോദിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഈ യുദ്ധം ചെയ്യുന്നത് വഴി എന്ത് പറ്റും? ആൾക്കാരെല്ലാം നശിക്കും. മനുഷ്യരെ, പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരാണ് യുദ്ധത്തിന് പങ്കെടുക്കുന്നത്. അപ്പൊ അവരെല്ലാവരും നശിക്കും. അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ത്രീജനങ്ങളെല്ലാം നശിക്കും. അങ്ങനെ നശിക്കുമ്പോൾ സമൂഹത്തില് ആവശ്യമില്ലാത്ത ജനസംഖ്യ ഉണ്ടാവും, ആവശ്യമില്ലാത്ത മക്കളോ പറക്കും. അത് കാരണം സംസ്കാരവും കുലധർമ്മവും എല്ലാം നശിക്കും. അങ്ങനെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് താൻ ഈ യുദ്ധത്തിന് തയ്യാറല്ല. തന്നെ വേണമെങ്കിൽ ഇവർ കൊന്നുകൊള്ളട്ടെ. തനിക്ക് ഇവരെ കൊന്നുകൊണ്ടുള്ള ഒരു സുഖം, രാജ്യമെന്ന് മാത്രമല്ല സ്വർഗീയ സുഖങ്ങൾ പോലും തനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ആ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള രീതിയിലേക്ക് തരിപ്പണമാകുന്നു. അപ്പോഴാണ് ഭഗവാൻ, നീ ഉന്നത കുലത്തിൽ ജനിച്ചവനാണ്, നിനക്ക് എവിടുന്ന് വന്നു ഇത്തരം മാനസിക ദൗർബല്യം? നീ ഒരു ഉന്നത കുലത്തിൽ ജനിച്ച ആളല്ലേ,
എനിക്ക് ഇങ്ങനെ ഒക്കെ തോന്നാൻ എന്താണ് കാരണം എന്ന് തുടങ്ങിയുള്ള തിരിച്ച് അർജുനന്റെ മനസ്സിനെ എന്താണ് നന്മയിലേക്ക് അല്ലെങ്കിൽ ക്ഷത്രിയ ധർമ്മത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് അർജുനനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? പാർത്ഥൻ. അർജുനനെ വിളിക്കുന്നതാണ് പാർത്ഥ എന്നാണ്. പാർത്ഥ എന്ന് പറഞ്ഞാൽ കൃതയുടെ പുത്രൻ. കൃത എന്ന് പറയുന്നത് അമ്മയായ കുന്തി ദേവിയുടെ പേരാണ്. അപ്പോ കൃത എന്ന് പറയുന്നത് ആരാണ്? അർജുനന്റെ അമ്മയാണ്. കൃഷ്ണന്റെ അമ്മായി അമ്മ, കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരി. അപ്പോ ശരിക്കും അതിന്റെ ശരിയായ രീതി പറയുകയാണെങ്കിൽ യാദവ കുലത്തിലെ ഒരു വലിയ രാജാവാണ് ആര്? ശൂരസേനൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് കുന്തി ഭോജൻ. അപ്പോ ഈ കുന്തി ഭോജന് മക്കളില്ലാത്തതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹം തന്റെ സഹോദരനായ ശൂരസേനന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് തരുമോ? ഞാന് വളർത്തിക്കോളാം, എനിക്ക് പുത്രൻ ഇല്ലല്ലോ എന്ന് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. കാരണം അദ്ദേഹത്തിന് കുന്തിയുമുണ്ട്, വസുദേവർ ആരാണ്? കൃഷ്ണന്റെ അച്ഛൻ. അപ്പൊ രണ്ട് മക്കളുണ്ട്. ആർക്ക്? ശൂരസേന. അപ്പോ ശൂരസേനന്റെ സഹോദരനായ കുന്തി ഭോജന് മക്കളെ ഇല്ല. അപ്പോൾ പെൺകുട്ടിയെ എനിക്ക് തരുമോ? ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം എന്ന് പറയുമ്പോ ശൂരസേനൻ ഈ കൃതയെ ആർക്ക് കൊടുക്കുന്നു? സഹോദരനായ കുന്തി ഭോജന്. അന്നു മുതല് കൃത ആരായ? കൃതയുടെ പേരെന്തായി മാറി? കുന്തി എന്ന് പേരായി. അങ്ങനെ ദത്തുപുത്രിയായിട്ട് കുന്തി ഭോജൻ എടുത്തു വളർത്തിയതാണ് ഈ കൃതയെ. അത് അന്നു മുതലാണ് കൃത കുന്തി എന്ന് വിളിക്കപ്പെട്ടത്. അപ്പോ പാണ്ഡുവിന് 2 പത്നിമാരുണ്ട്. അതിൽ ആദ്യത്തെ ഭാര്യയാണ് കുന്തി ദേവി, രണ്ടാമത്തെ ഭാര്യയാണ് മാദ്രി. അപ്പോ അറിയാലോ, പാണ്ഡു പറയുന്ന തന്റെ ജ്യേഷ്ഠൻ ധൃതരാഷ്ട്ര ജന്മനാൽ അന്ധനായി. അപ്പോ അതിന് വേറെ കഥയുണ്ട്. അപ്പൊ അങ്ങനെ ആ അന്ധത നിമിത്തം രാജാവ് ഒരിക്കലും അന്ധനാവാൻ പാടില്ല. അതുകൊണ്ട് ആർക്ക് രാജ്യം കൊടുത്തു? സഹോദരനും അനുജനുമായ പാണ്ഡുവിന് രാജ്യാവകാശം കൊടുത്തു. പാണ്ഡു നല്ല യോദ്ധാവാണ്. ധാരാളം സമീപത്തുള്ള ധാരാളം രാജ്യങ്ങളെ അദ്ദേഹം പല രീതിയിൽ യുദ്ധത്തിലൂടെയും സൗമ്യമായ രീതിയിലും അശ്വമേധ യാഗത്തിലൂടെയൊക്കെ തങ്ങളുടെ സാമന്ത രാജാക്കന്മാരാക്കി മാറ്റി. അവരിലൂടെ തരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഈ ഹസ്തിനപുരി എന്ന് പറയുന്ന രാജ്യത്തിനെ വികസിപ്പിച്ചത് ആരാണ്? ഈ പറയുന്ന പാണ്ഡു കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ പാണ്ഡു വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അന്നത്തെ കാലത്ത് മൃഗങ്ങൾ, ഹിംസ്രമുഖങ്ങള് സമീപ പ്രദേശത്തുള്ള ഗ്രാമങ്ങൾ, കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഗ്രാമങ്ങളിലൊക്കെ വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ അതിനെ തടയിടാൻ വേണ്ടി രാജാക്കന്മാർ തന്നെ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഈ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നു. അപ്പൊ അത് പണ്ട് കാലത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹം യാദൃശ്യമായിട്ട് ഇണചേർന്ന് കൊണ്ടിരിക്കുന്ന മാനുകളിൽ ഒന്നിനെ അമ്പെയ്ത് കൊന്നു. മൃഗമാണെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ ക്രൂര മൃഗം എന്നാ വിചാരിച്ചത്. പക്ഷെ പാവം ആരായിരുന്നു? മാനാണ്. അതും ചേരുന്ന സമയത്തായിരുന്നു. അപ്പോ ആ പ്രാണവേദനയോട് മരിക്കുന്ന സമയത്ത് ആ മാനൊന്ന് ശപിക്കും. ആരെ? പാണ്ഡുവിന്. നീയും ഇതുപോലെ ചേരുന്ന സമയത്ത് നിനക്ക് മരണം സംഭവിക്കട്ടെ എന്ന് ആര് ശപിക്കും? മാന് ശപിക്കും. അങ്ങനെ അന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് എന്ത് പറ്റി? ഒരു താല്പര്യമേ ഇല്ല. ഒന്നിനോടും, രാജഭരണത്തോടും ജീവിതത്തോടും ഒന്നിനും താല്പര്യമില്ലാതെ അദ്ദേഹം പറയും, ഞാന് ഒരു വല്ലാത്ത പാപം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ കാട്ടിൽ പോയി തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭീഷ്മ പിതാമഹനെയും പിന്നെ ആരെയാണ് ധൃതരാഷ്ട്രനെയൊക്കെ രാജ്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിമാരായ കുന്തിയും മാദ്രിയും പറഞ്ഞ്, ഞങ്ങളും അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ഒപ്പം വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും നാട്ടില് വാനപ്രസ്ഥം സ്വീകരിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡുവിന്റെ കൂടെ കുന്തിയും മാദ്രിയും എവിടെ പോകും? കാട്ടിലേക്ക്. അങ്ങനെ അവരവിടെ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ആ രീതിയിലുള്ള ജീവിതവും ഒക്കെ കഴിച്ചു കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം
പാണ്ഡു ചിന്തിച്ചു, തനിക്ക് പുത്രന്മാരില്ല. അപ്പൊ തന്റെ മരണശേഷം തനിക്ക് ശ്രാദ്ധം ചെയ്യാനും തന്റെ സംസ്കാര ക്രിയകളൊക്കെ ചെയ്യാനും തനിക്ക് പുത്രനില്ലല്ലോ എന്നുള്ള ഒരു വിഷമം പാണ്ഡു കുന്തിയോടും മാദ്രിയോടും പറയും. അപ്പോ കുന്തി പറയും, എനിക്ക് ചെറുപ്പത്തില് ദുർവാസാവ് മുനിയിൽ നിന്നും ഒരു വരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അതെന്ത് വരമാണെന്ന് ചോദിച്ചപ്പോൾ പറയും, ഇഷ്ടമുള്ള ദേവന്മാരിൽ നിന്നും പുത്രരെ നേടാനുള്ള ഒരു വരം ആര് തന്നിട്ടുണ്ട്? ദുർവാസാവ് മുനി. അപ്പൊ അതിലൂടെ അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പുത്രരെ നേടാം എന്ന് ആര് പറയും? കുന്തി പാണ്ഡുവിനോട് പറയും. അപ്പോ പാണ്ഡു പറയും, അതെന്താ, എനിക്ക് വളരെ സന്തോഷമാണ്, നമുക്ക് അങ്ങനെ പുത്രരെ ജനിപ്പിക്കുന്നതിൽ. അങ്ങനെ കുന്തി ദേവി യമരാജാവിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ യമരാജാവിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരെ? യുധിഷ്ഠിരൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം നിർബന്ധിക്കും, ആരെ? പാണ്ഡു നിർബന്ധിക്കും, ഒരു പുത്രൻ പോരാ, ഒത്തിരി മക്കള് വേണം. അങ്ങനെ ദേവേന്ദ്രനിൽ നിന്ന് ജനിക്കുന്നതാണ് അർജുനൻ. വായുവിൻ ദേവൻ ലഭിക്കുന്നതാണ് ആരെ? ഭീമൻ. അപ്പൊ ഇത് കൂടാതെ കുന്തിക്ക് ഈ മരം, കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കഴിയവേ ദുർവാസാവ് മുനി വരികയും ആ ദുർവാസാവിനെ പരിചരിക്കുമ്പോൾ ദുർവാസാവിന്റെ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഒരു വരമാണ്. അപ്പോ ഇത് നടക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ ചെറുപ്രായത്തിൽ തോന്നിയ ഒരു കൗതുകത്തിന്റെ ബലത്തിൽ ആദ്യം കണ്ട സൂര്യദേവനെ, കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ ഈ പറയുന്ന സൂര്യദേവനെ ചിന്തിച്ചാൽ സൂര്യദേവൻ വരുമോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തിയതാണ് കർണൻ ജനിക്കും. യഥാർത്ഥത്തില് കുന്തിദേവി അങ്ങനെ വിചാരിച്ചേ ഇല്ല, പക്ഷെ സൂര്യദേവൻ വന്നുപോയി. അപ്പോ പിന്നെ വിളിച്ചു വരുത്തിയത് കൊണ്ട് എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് ചോദിക്കും. അവര് ആദ്യം കരയില്ല, ഇങ്ങനെ ആ ഉദ്ദേശത്തിലൊന്നും അല്ല വിളിച്ചത്. അപ്പൊ എന്തായാലും വന്നുപോയി. അങ്ങനെ ജനിക്കുന്ന പുത്രനാണ് കർണൻ. കർണനെ ഇവരെന്ത് ചെയ്യാം, ഒരു കൂടയിൽ അടച്ച് പുഴയിൽ ഒഴുക്കും. അത് അതിരഥൻ എന്ന പേരുള്ള ഒരു പേരാളി എടുത്തു വളർന്നു, ഒരു വൈശ്യൻ. ആ കർണൻ അതിരഥന്റെ പുത്രനായിട്ട് ജീവിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഇവർക്ക് 3 ദേവന്മാരെ പ്രാർത്ഥിച്ച് 3 പുത്രന്മാരെ കിട്ടി. ആരൊക്കെയാണ്? യുധിഷ്ഠിരൻ, അർജുനൻ. അപ്പോ ഇത് കണ്ടപ്പോൾ മാദ്രിക്ക് ഒരു താല്പര്യം, എനിക്കും പുത്രന്മാര്, എന്റെ കൂടെ എന്റെ സപത്നിയാണല്ലോ കുന്തി. അപ്പൊ കുന്തിക്ക് പുത്രരുണ്ടായി, എനിക്ക് പുത്രരുണ്ടായില്ലല്ലോ എന്ന് മാദ്രി സഹോദരി ഭർത്താവായ പാണ്ഡുവിനോട് പറഞ്ഞു. അപ്പൊ പാണ്ഡു ഉടൻ തന്നെ കുന്തിയെ ദേവിയെ വിളിച്ചിട്ട് പറയും, ആ മന്ത്രം ഒന്ന് അവൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. ശരി, എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുന്തി ആ മന്ത്രം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? മാദ്രിക്ക് പറഞ്ഞു. അപ്പൊ മാദ്രി ദേവി കുറച്ച് സ്മാർട്ടാണ്. മാദ്രി ദേവി എന്ത് ചെയ്തു? അശ്വിനി ദേവന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരിലൂടെ 2 മക്കളെ നേടും. ഒറ്റ വരവില് 2 പുത്രന്മാരെ മാദ്രി ദേവി. അപ്പൊ കുന്തിക്ക് അയ്യോ അത് ശരിയല്ലല്ലോ, ഇതിങ്ങനെ ഡബിൾ വെച്ച് പോയാൽ ശരിയാവില്ലോ എന്ന് പറഞ്ഞ് ഈ പരിപാടി ഇനി വേണ്ട. ഇങ്ങനെയാണ് പാണ്ഡുവിന് എത്ര മക്കള്? 5. പൊതുവിൽ നമ്മൾ കുന്തി പുത്രൻ എന്ന് പറയുമെങ്കിലും 3 പേര് മാത്രമേ ആരുടെ മക്കളായിട്ടുള്ളൂ? കുന്തിയുടെ. നകലനും സഹദേവനും അശ്വിനി ദേവന്മാരിലൂടെ മാദ്രിക്ക് ലഭിച്ചു. അങ്ങനെ അവിടെ കഴിയുന്ന സമയത്ത് ഒരിക്കൽ കുന്തിയും മക്കളും പുറത്തു പോയ പുറത്തുവെച്ച കാട്ടിനകത്തേക്ക് തന്നെ പിറകൊടിക്കാനും മറ്റൊക്കെ കായികനികളൊക്കെ ശേഖരിക്കാൻ പോയ സമയത്ത് മാദ്രിയെ കണ്ടപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ബന്ധപ്പെടാനുള്ള ഒരു ആഗ്രഹം തോന്നുകയും അങ്ങനെ ബന്ധപ്പെടാൻ മുതിരവേ അറ്റാക്ക് വന്ന് ആര് മരിക്കും? പാണ്ഡു മരിക്കും. കാരണം ശാപം കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ മാദ്രി കടന്ന് നിലവിളിക്കും. അപ്പൊ കുന്തി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മക്കളെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ കുന്തി ഓടി ഇവിടെ വരും. ഇവിടെ വരുമ്പോ ഭർത്താവ് മരിച്ചു കിടക്കും. നീ എന്തിനാ പ്രകോപിപ്പിച്ചത് എന്റെ ഭർത്താവ്? ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ പോയതല്ലേ, നീ എന്തിനാ ഇങ്ങനെ? അത് ഞാൻ പറയുന്നു, ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അദ്ദേഹത്തിന്. പക്ഷെ താല്പര്യം കൊണ്ട് ഇതിനെ പറ്റിയതാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് സംസ്കരിക്കും. അപ്പോ മാദ്രി തന്റെ മക്കളെ കൂടി കുന്തി ഏൽപ്പിച്ചിട്ട് അന്നത്തെ കാലത്തെ
ഒരു ആചാരം എന്നുള്ള നിലയിൽ അതിന്റെ ചിതയിലേക്ക് ആര് ചാടി മരിക്കും? മാദ്രി ചാടി. അങ്ങനെ കുന്തിയുടെ മക്കളായിട്ട് ഇവർ 5 പേരും. അപ്പൊ ഇത് ആണ്, ഇതിലൂടെയാണ് ഇപ്പൊ അവിടെ പ്രഥ എന്ന് പറയുന്ന വാക്കിന്റെ ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഇവർക്ക് ശരിക്കും കണ്ണനടക്കം എത്ര പേരുണ്ട് കുന്തിക്ക്? കുന്തി അവരെല്ലാം ചേർത്ത് വരുമ്പോഴാണ് 6 പേരുണ്ട്. പക്ഷെ കണ്ണൻ ആരുടെ ഭാഗത്തായി പോയി? ദുര്യോധനന്റെ ഭാഗത്തായി. അപ്പോ എന്താണ്, കൃഷ്ണന്റെ അമ്മായിയാണ് കുന്തിദേവി. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ക്ഷത്രിയൻ ധർമ്മയുദ്ധത്തിനായിട്ട് പൊരുതാൻ സമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിന് മാത്രമേ ക്ഷത്രിയനാവുന്നുള്ളൂ. അതുപോലെ തന്നെ പറയുന്നു, ബ്രാഹ്മണൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിന് മാത്രമേ ബ്രാഹ്മണൻ. അപ്പം ഒരു ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കണ്ട നാട്ടുകാരൊക്കെ കയറി അടിക്കാനോ യുദ്ധം ചെയ്യാനോ പോണോന്നല്ല. തനിക്ക് അവകാശപ്പെട്ട, തനിക്ക് അർഹതപ്പെട്ട തങ്ങളുടേതായ രാജ്യം നേടുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിനുവേണ്ടി യുദ്ധം ചെയ്യണം, അല്ലേ? അല്ലാതെ ചുമ്മാ വെറുതെ ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ മുസ്ലിം അധിനിവേശമൊക്കെ കാണുന്നത് എങ്ങനെയാണ്? അവര് വൻ പടയുമായിട്ട് വരും, എതിരെ കാണുന്ന രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് മൊത്തം കത്തിച്ച് അവിടുത്തെ ജനങ്ങളെല്ലാം കൊന്നൊടുക്കി, സ്ത്രീകളെ എല്ലാം അടിമകളാക്കി, കുട്ടികളെ എല്ലാം മതം മാറ്റി. അപ്പൊ അതല്ല ഇവിടെ പറയുന്ന, അതല്ല. അതിനെ ധാർമ്മികത്വം എന്ന് പറയാൻ പാടില്ല. അത് കയ്യൂക്കെന്നാണ് പറയുന്നത്. അഹങ്കാരവും ദാസ്യം എന്നൊക്കെ പറയും. യഥാർത്ഥ ധാർമ്മിക യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? തനിക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന യുദ്ധം. ആ യുദ്ധത്തില് ജയിച്ചാൽ രാജ്യം കിട്ടും, തോറ്റാൽ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. നമ്മൾ തോറ്റാന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മരിച്ചാൽ, അല്ല യുദ്ധത്തിൽ പേടിച്ചോടിയാൽ കിട്ടൂല, സ്വർഗം കിട്ടൂല, നാണക്കേടെ കിട്ടുള്ളൂ. ഒന്നുകിൽ ജയിച്ച് പോരാടി ജയിച്ച് എന്ത് നേടണം? ആ രാജ്യം നേടണം. ഇല്ലേലോ അത് ആ പോരാടി മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമില്ല, എന്ത് കിട്ടും? സ്വർഗം കിട്ടും. പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനമായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായ ഒരു ലോകമല്ല. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള എന്താണ്? എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ സ്വർഗത്ത് പോകും, അല്ലെങ്കിൽ നരകത്തിൽ. അത് രണ്ടും നമുക്ക് അറിയാവും, അല്ലെ? പക്ഷെ പൊതുവിൽ അങ്ങനെ അല്ല. ശാസ്ത്രം പറയുന്ന അനുസരിച്ച് 3 രീതിയിലാണ്. ഒന്ന്, ഈ പറഞ്ഞ 98% വരുന്ന ആൾക്കാർ പോകുന്നത് നരകത്തിലേക്കായിരുന്നു. കാരണം എന്താണ്? ഈ പറയുന്ന പാപകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അവർ നരകവാസത്തിലേക്ക് പോകും. ഇനി 2 പുണ്യങ്ങൾ. പുണ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അന്നദാനം, രക്തദാനം, വിദ്യാദാനം, ഇങ്ങനെ തുടങ്ങിയുള്ള മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നത്, മറ്റ് ജീവജാലങ്ങളെ സഹായിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിക്കുന്നത്, എല്ലാവരോടും കാരുണ്യവും ദയയും ഉണ്ടാവുന്നത്, ഈശ്വര വിശ്വാസികള്, ഗുരുജനങ്ങളെ ആരാധിക്കുന്നത്, പിന്നെന്താണ്? പുരുഷാർത്ഥ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം തുടങ്ങിയുള്ള പുരുഷാർത്ഥത്തിന് വേണ്ടി ജീവിതം വിനിയോഗിക്കുന്നത്, ഭഗവാന്റെ സേവനത്തിലും യുഗധർമ്മം ഫോളോ ചെയ്യുന്നുണ്ട്, 4 യമനിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ അവര് പുണ്യം ചെയ്യുന്നവരെ കൊണ്ട് മറ്റു ആൾക്കാർക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ഒരു ദോഷവും ഉണ്ടാകും. മറിച്ച് ഇതിനു ഉപരിയാണ് ഭക്തർ. ഭക്തന്മാരെങ്ങനെയായിരിക്കും? അവര് ഇതേപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതെല്ലാം ആരെ സമർപ്പിച്ചുകൊണ്ട്, ആർക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യും? ഭഗവാന് സമർപ്പിച്ചു, കൃഷ്ണനെ മുൻനിർത്തിക്കൊണ്ട് അവര് എല്ലാം ചെയ്യും. ഇപ്പൊ അന്നദാനം മറ്റൊരാൾ ചെയ്യും, അയാള് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് പൈസ അടച്ച് ചെയ്യും. തീർച്ചയായിട്ടും അതിന്റെ പുണ്യം കിട്ടും, ഇല്ലെന്നല്ല. പക്ഷെ ഭക്തന് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ഭഗവാന് നിവേദിച്ച് പ്രസാദമാക്കി അത് എല്ലാവർക്കും വിതരണം ചെയ്യും. അപ്പൊ ആ കർമ്മം ഇയാളെ ബാധിക്കില്ല. ഇപ്പൊ സിന്ദൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നാണ് കവി പാടിയിരിക്കുന്നത്. എന്താണ്? സ്വർണ്ണക്കൂട്ടിൽ അടച്ചാലും കിളിയെ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്താണത്? ബന്ധനമാണ്. അപ്പൊ നിങ്ങൾ നേടുന്ന ഈ പുണ്യങ്ങളിലൂടെ നിങ്ങൾ എവിടെ പോകും? സ്വർഗീയ ലോകങ്ങളിൽ പോകും. പക്ഷെ സ്വർഗീയ ലോകങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ശാശ്വതമായിട്ട് കഴിയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം. നിങ്ങളുടെ പുണ്യം, നിങ്ങൾ നേടിയ ആ പുണ്യത്തിന്റെ അളവ് തീരുമ്പോൾ, ഇപ്പൊ നമ്മൾ ബാങ്കിൽ 1 ലക്ഷം രൂപ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. നമ്മൾ മാസാമാസം അതിൽ നിന്ന് 200, 300, 500 വെച്ചൊക്കെ എടുക്കേണ്ടിയിരിക്കണം. ഒരു സുപ്രഭാതത്തിൽ അവിടെ അക്കൗണ്ടിൽ പൈസ കാണുമോ? ഇല്ല. കംപ്ലീറ്റ് നമ്മൾ എടുത്തോണ്ടിരുന്ന തീരും, പിന്നെ ശൂന്യമാവും, അല്ലേ? അപ്പോൾ ക്ഷീണേ പുണ്യേ മർത്യലോകം. പുണ്യം ചെയ്യിക്കുമ്പോൾ, പുണ്യം തീരുമ്പോൾ എന്ത് പറ്റും?
സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്വർഗലോകത്ത് പോയ ആൾ എവിടെ വരും? വീണ്ടും മർത്യലോകം. മർത്യലോകം എന്ന് പറയുന്നത് എവിടെയാണ്? മനുഷ്യന്റെ ലോകം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിയിൽ തന്നെ വന്ന് വീണ്ടും പിറക്കും, വീണ്ടും ജനിക്കും, വീണ്ടും ആ ഈ ഊ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ABCD ഒന്നേന്ന് തുടങ്ങണം. അപ്പോ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരവസ്ഥ. കാരണം വെച്ചാൽ ഇപ്പൊ കലിയുഗത്തിന്റെ പ്രാരംഭ ദശയിലാണ് നമ്മൾ നിൽക്കുന്നത്. കലിയുഗത്തിന്റെ എന്താ പറഞ്ഞ പുലർകാലത്താണ്. അപ്പോ ഇനി നമ്മൾ സ്വർഗത്തൊക്കെ പോയിട്ട് വരുമ്പോ ഇത് കലിയുഗത്തിന്റെയൊക്കെ മൂർധന്യ അവസ്ഥയായിരിക്കും. ഇപ്പോഴേ നമുക്കറിയാം സത്യമില്ല, ധർമ്മമില്ല, നീതിയില്ല, ന്യായമില്ല, ഒന്നുമില്ല, അല്ലെ? രക്തബന്ധത്തിന് തന്നെ സ്ഥാനമില്ല. മക്കളെ അമ്മമാരെ കൊണ്ട് വെക്കുന്ന കാലത്താണ് നമുക്ക് ജീവിച്ചിരിക്കുന്നത്. അച്ഛനെ അമ്മമാരെ അടിച്ചു കൊല്ലുന്ന, മക്കളെ അടിച്ചു കൊല്ലുന്ന കാലത്താണ് നമുക്ക്. സ്വന്തം ഭാര്യയെ പാമ്പിനെ വിട്ട് കൊല്ലിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. അത്ര ക്രൂരമായ ഭീകരമായ ഒരു അവസ്ഥ ആണ് ഇന്ന് കലിയുഗത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാനേ ആഗ്രഹിക്കരുത്. നമ്മൾ എവിടെ പോകാൻ ശ്രമിക്കണം? നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക്. എന്തിനാ ഭഗവാന്റെ അടുത്ത് പോകേണ്ടത്? ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ജനന മരണ ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ആ ബ്രഹ്മ ഭുവനാലോകെ പുനരാവർത്തിനോർജുന മാമുപെറ്റത് കൗന്ദേയ പുനർജന്മന. ഈ ബ്രഹ്മദേവനെ ഭജിച്ച് ബ്രഹ്മലോകത്ത് പോയാലും എന്തുണ്ട്? പുനർജന്മം എടുക്കണം. നിന്റെ പുണ്യം തീരുമ്പോൾ തിരിച്ചു വരണം. മറിച്ച് മാമുപേറ്റത് കൗന്ദേയ, എന്നെ നീ ശരണം പ്രാപിച്ചാൽ പുനർജന്മ നമിത്യതേ, പിന്നെ നിങ്ങൾക്ക് എന്തില്ല? പുനർജന്മം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വർഗത്ത് പോകുന്നത് ഒരു അൾട്ടിമേറ്റ് ഗോളായിട്ട്, ആത്യന്തികമായ ലക്ഷ്യമായിട്ട് ബുദ്ധിയുള്ളവരാരും കരുതാറില്ല. നമ്മൾ പണ്ടൊക്കെ അങ്ങനെയല്ല ധരിച്ചിരുന്നത്, അല്ലെ? പണ്ടൊക്കെ നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു? സ്വർഗത്ത് പോകണമെന്നാണ്. ഈ സ്വർഗം എന്ന് പറയുന്ന ഇത് കോൺസെപ്റ്റ് നമുക്ക് മാത്രമല്ല, സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഉണ്ട്. ഏകദേശം അത് ആ ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒന്നുമല്ല തന്നെയാണ്. പക്ഷെ അവിടം വരെ അവർക്ക് അറിയാവൂ. അവരുടെ നിലവാരം അത്ര എത്തിയിട്ടുള്ളൂ. നമ്മൾ അതിനും മേലെ, അതിനും മുകളിലായിട്ടുള്ള മോക്ഷം അല്ലെങ്കിൽ ആധ്യാത്മിക ലോകങ്ങൾ, അല്ലെങ്കിൽ ഭഗവാന്റെ കൃഷ്ണന്റെ ഗോലോക വൃന്ദാവനം, അത് ഈ പറയുന്ന സ്വർഗം വെച്ച് ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗമൊക്കെ നിസ്സാരമാണ്, ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ വളരെ കഷ്ടപ്പെടുന്ന ഒരാള് ഈ പറഞ്ഞ സ്വിറ്റ്സർലാൻഡിലോ അവിടെ ഫിൻലാൻഡിലൊക്കെ പോയി താമസിക്കുമ്പോൾ അവിടെയൊക്കെ സർക്കാർ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം തരും, ഭയങ്കര വീടുകൾ ഫ്രീ ആയിട്ട് തരും, കഴിക്കാനുള്ള സൗകര്യങ്ങൾ തരും, എല്ലാ സുഖ സൗകര്യവും നിങ്ങൾക്ക് ആര് തരും? അവിടുത്തെ സർക്കാരുകൾ. ഈവൻ ആസ്ട്രേലിയ അടക്കം ഇപ്പൊ അത് അവർ ആസ്ട്രേലിയ ശമ്പളമൊക്കെ കൊടുക്കും എന്ന് തോന്നുന്നു. മുമ്പൊക്കെ ചുമ്മാ ശമ്പളം കൊടുക്കും ആർക്കും, എല്ലാവർക്കും ജീവിക്കാൻ. അപ്പൊ അതുപോലെ ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ടവന് അത് വലിയ സ്വർഗമായിട്ട് തോന്നും, അല്ലേ? അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്വർഗീയ ലോകം എന്ന് പറഞ്ഞാൽ സാരമാണ്. എന്തുകൊണ്ടാണ്? അതിനൊക്കെ ഒരു അവസാനമുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ തിരിച്ചെവിടെ വരേണ്ടി വരും? ഭൂമിയിൽ വന്ന് പിറക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നത് നിസ്സാരമാണ്. നമുക്ക് സ്വർഗം ഉള്ള ഒരു കാര്യത്തെ കുറിച്ചേ ചിന്തയേ ഇല്ല. കാരണം നമുക്ക് അതിനു ഉപരിയായിട്ടുള്ള ജനന മരണ ചക്രങ്ങൾ ഇല്ലാത്ത ശാശ്വതമായ ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഭഗവാന്റെ ധാമത്തിലേക്കാണ് നമ്മൾ പോകാൻ ശ്രമിക്കേണ്ടത്. അപ്പോ ക്ഷത്രിയൻ ധർമ്മയുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. അതുപോലെ ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കണം? വളരെ സാത്വികനായിരിക്കണം. എല്ലാ ജീവജാലങ്ങളോട് ദയയും കാരുണ്യവും കൃപയും ഒക്കെ ഉള്ളവനായിരിക്കണം. മറ്റുള്ളവർക്ക് താൻ പഠിച്ച ആധ്യാത്മിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. പഠനവുമാണ് അവരുടെ ലക്ഷ്യം തന്നെ. അപ്പൊ അതൊക്കെ വെടിഞ്ഞിട്ട് ക്രൂരനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നീചകർമ്മങ്ങൾ ചെയ്താൽ അവനെ ബ്രാഹ്മണനായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോ ഇവർ അങ്ങനെയുള്ളവർ പിതാവിന്റെ വില കുറഞ്ഞ സന്തതികളായിട്ടാണ് ഭഗവാൻ കരുതുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അർജുനനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വില കുറഞ്ഞ സന്തതിയായിട്ട് കാണാൻ ആരാഗ്രഹിക്കുന്നില്ല? കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. അർജുനൻ വലിയ പൈതൃക ശ്രേഷ്ഠതയുള്ള ഒരു ക്ഷത്രിയ കുടുംബത്തിൽ പിറന്ന ആളാണ്. തന്റെ തന്റെ മാമന്റെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ മകൻ കൂടിയാണ്. അങ്ങനെ ഉള്ള ആളാണ് അർജുനൻ. അപ്പോ എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ദുഷ്കീർത്തികരമായ ഒരു പ്രവൃത്തിയായിട്ടേ ലോകം കാണുള്ളൂ. അപ്പൊ അർജുനൻ ചിന്തിക്കുന്നത് എന്റെ മാമൻ, എന്റെ അപ്പൻ, എന്റെ കൊച്ചു, എന്റെ മക്കൾക്ക് സമാനമായിട്ടുള്ള ആൾക്കാർ, എന്റെ ഗുരുജനങ്ങൾ, അവർക്കൊന്നും പറ്റരുത് എന്നുകൊണ്ടായിരിക്കും അർജുനൻ ചിന്തിക്കണം. പക്ഷെ ലോകം കാണുന്ന എന്താണ്? അയ്യോ, ഇവരെയൊക്കെ കണ്ടപ്പോ പേടിച്ച് ഒറ്റ ഓട്ടം.
കാരണം അങ്ങനെ പറയാൻ കാര്യമുണ്ട്. കാരണം അർജുനന്റെ പാണ്ഡവ സൈന്യത്തിന് 7 അക്ഷൗഹിണിയേ ഉള്ളൂ. മറ്റവർക്ക് എത്രയുണ്ട്? 11 അക്ഷൗഹിണി. അപ്പൊ 4 അക്ഷൗഹിണി പോണ ആർക്ക് കൂടുതലുണ്ട്? ആ കൗരവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ന് മാത്രമല്ല, ആ കാലത്തെ കില്ലാടികളായിട്ടുള്ള ടീമുകളെല്ലാം ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ആ ഭീഷ്മര്, ദ്രോണര്, ഇവരെയൊക്കെ ഗുരുജനങ്ങളും നല്ല അഭ്യാസികളുമായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളും ആരുടെ സൈഡാണ്? അർജുനന്റെ ശത്രുപക്ഷത്താണ്. പക്ഷെ ഇതേ അർജുനൻ പല സന്ദർഭങ്ങളിലും വിരാട യുദ്ധത്തിലും അതുപോലെ ഈ ദുര്യോധനെ ഗന്ധർവന്മാർ ആക്രമിച്ച് കെട്ടിയിടുന്ന സമയത്തും അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഈ പറയുന്ന അവരെല്ലാം അർജുനൻ തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർജുനന് ഇവരൊന്നും ഒന്നുമല്ല. പക്ഷെ ലോകം കാണുന്നത് എങ്ങനെയായിരിക്കും? അർജുനൻ പേടി കൊണ്ട് തിരിച്ച് പിന്മാറിയെന്ന് ചോദിച്ചു. അത് ആരും ആഗ്രഹിക്കാറില്ല. പ്രത്യേകിച്ച് കൃഷ്ണൻ അർജുനന് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് ഭഗവാൻ ആഗ്രഹിക്കും. പിന്നെന്താണ്? കൃഷ്ണൻ ഇത്തരം ഹൃദയവിശാലതയെ അല്ലെങ്കിൽ മഹാമനസ്കതയെ ഹൃദയ ദൗർബല്യമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അർജുനൻ എത്ര ഉയർന്ന ചിന്തയുടെ പുറത്താണ് ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ പോലും ഭഗവാൻ എങ്ങനെയാ കാണുന്നത്? അത് ഈ പറയുന്ന ഹൃദയ ദൗർബല്യമായിട്ടാണ് കാണുന്നത്. അത് പ്രാമാണികരാൽ അംഗീകരിക്കപ്പെട്ടതുമല്ല. ഏത്? ഈ പറയുന്ന ഹൃദയ ദൗർബല്യം. അത്തരം ചിന്ത ഉപേക്ഷിക്കേണ്ടതുമാണ് ക്ഷത്രിയനായിട്ടുള്ള ഒരാള്. അപ്പോ അർജുൻ ഇങ്ങനെ ബന്ധുജനങ്ങളെ എല്ലാം കണ്ട് അവരെല്ലാം കൊല്ലേണ്ടി വരുമല്ലോ, എൻ്റെ മുത്തശ്ശൻ, എൻ്റെ പിതാമഹൻ, എൻ്റെ ഗുരുജനങ്ങൾ, എൻ്റെ മാമന്മാർ, എൻ്റെ മാമന്മാരുടെ മക്കള്, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം എനിക്ക് കൊല്ലേണ്ടി വരുമല്ലോ ഭഗവാനെ എന്ന് കരുതി തളർന്ന് നിൽക്കുന്ന അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അർജുനൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അർജുനൻ തളരുന്നു. അപ്പോ അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് യുദ്ധം വേണ്ട, എനിക്ക് സ്വർഗീയ ലോകങ്ങൾ വേണ്ട, എനിക്കൊന്നുമേ വേണ്ട, എന്നെ വേണമെങ്കിൽ അവർ കൊന്നുകൊള്ളട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഇതിനെ പറയുമ്പോൾ ഭഗവാൻ പറയും, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഇങ്ങനെയുള്ള ചിന്തകൾ, ഈ മാലിന്യം? ഒരു ക്ഷത്രിയന് ഇതൊട്ടും യോജിച്ചതല്ല. അകീർത്തിയിലേക്കാണ് നിന്നെ ഇത് നയിക്കുക, അസ്വർഗീയത്തിലേക്ക്, സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന തരത്തിലേക്ക്, നിന്നെ നരകത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. ഇതെങ്ങനെ നിനക്ക് നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു? നീ ഒരു ക്ഷത്രിയനല്ലേ, നീ ഒരു ഉന്നത കുലജാതനല്ലേ, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്? അപ്പൊ നമുക്കറിയാം, പരീക്ഷയിലൊക്കെ നല്ലവണ്ണം പഠിക്കുന്ന, സാധാരണ ക്ലാസ് ടെസ്റ്റ് പേപ്പറുകളിലൊക്കെ നല്ല മാർക്ക്, 100% മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടി ആ വാർഷിക പരീക്ഷയുടെ സമയത്ത് അയ്യോ എനിക്ക് ഭയങ്കര പേടിയാവണം, ഞാൻ എഴുതിയപ്പോ ജയിക്കുമെന്ന് തോന്നുന്നില്ല, എനിക്ക് എന്തോ മനസ്സിൽ ഒരു ധൈര്യമില്ല, അടുത്ത വർഷം എഴുതാം എന്നൊക്കെ പറയും പോലെ. അപ്പൊ നമ്മൾ സാധാരണ എന്ത് പറയും? നീ നീ ഭയങ്കര കഴിവുള്ളവനല്ലേ, നീ നല്ല എല്ലാത്തിനും 100% മാർക്ക് വാങ്ങിച്ചവനല്ലേ, നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഇപ്പം പരീക്ഷ എഴുതണ്ടെന്ന് എന്ന് നമ്മൾ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന കൊച്ചുകുട്ടികളോട് നമ്മൾ പറയുന്നത് പോലെയാണ് ഭഗവാൻ പറയുന്നത്. അർജുന, നീ ഭയങ്കര കില്ലാടിയാണ്, നിനക്ക് എങ്ങനെ എന്ത് പറ്റി ഇങ്ങനെ ഒരു ദൗർബല്യം വരാൻ കാരണം എന്ത്? നീ എന്തിനിങ്ങനെ പേടിക്കണം? നീ എന്തിന് ഭയക്കണം? നീ എന്തിന് ഇങ്ങനെ വിഷമിക്കണം? നീ ഇങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് നാണക്കേടാണ്. ലോകം നിന്നെ പഴിക്കും, ലോകം നിന്നെ കളിയാക്കും, ട്രോളും. അതുകൊണ്ട് നീ ഇത് ആ രീതിയിൽ കാണരുത് എന്ന് പറയും. നീ വലിയ ഉയർന്ന യുദ്ധങ്ങളൊക്കെ വിജയിച്ച വ്യക്തിയല്ലേ, നിനക്ക് അങ്ങനെയുള്ള നീയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ഭഗവാൻ അറിയുന്നത്. അപ്പോ ഇത് പല യുദ്ധങ്ങളിൽ വിജയിച്ചിട്ടെന്ന് മാത്രമല്ല, അർജുനൻ ഈ പറയുന്ന ദേവേന്ദ്രൻ, സ്വന്തം പിതാവായ ദേവേന്ദ്രൻ വരെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. ഈ ഖാണ്ഡവ ദഹനം എന്ന് പറയുന്ന ഇന്ദ്രപ്രസ്ഥമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ഈ ഖാണ്ഡവ വനം കത്തിക്കാതിരിക്കാൻ വേണ്ടി അതിൽ താമസിക്കുന്ന ആ പാമ്പ് ദേവേന്ദ്രന്റെ സുഹൃത്താണ്, തക്ഷകൻ. അപ്പൊ ആ തക്ഷകനെ രക്ഷിക്കാനായിട്ട് ദേവേന്ദ്രൻ മഴ പെയ്യും. അപ്പൊ കാട് കത്തിക്കാൻ പറ്റും. അപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കും, നിന്റെ അച്ഛൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാടിന് ചുറ്റും
മുകളിൽ താഴെയായിട്ട് അർജുന അപ്പ് കൊണ്ട് കോട്ട കെട്ടും, എന്നിട്ട് കത്തിക്കും. അപ്പോ ആര് വരും? ഇന്ദ്രൻ തന്നെ, സാക്ഷാൽ ഇന്ദ്രൻ തന്നെ എതിർക്കാൻ വരും. അപ്പൊ ദേവേന്ദ്രനെ തന്നെ തോൽപ്പിക്കും. ആര്? മഹാദേവനായിട്ട് യുദ്ധം നടന്നു. അപ്പോഴും കട്ടയ്ക്ക് നിന്ന ആളാണ് ആര്? എന്നിട്ട് മഹാദേവനിൽ നിന്നും ധാരാളം വരങ്ങളൊക്കെ അദ്ദേഹം വാങ്ങി, പാശ്വതാസ്ത്രം അടക്കം. അപ്പോ അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെ ഇവരെ കണ്ടിട്ട് പേടിച്ചതുപോലെ. യഥാർത്ഥത്തിൽ പേടിച്ചല്ല, അദ്ദേഹം ഇവരെല്ലാം കൊന്നിട്ട് എനിക്കൊരു സ്വർഗീയ സുഖമോ ഒന്നും വേണ്ട, രാജ്യം പോലും വേണ്ട, വേണമെങ്കിൽ അവരെന്നെ കൊന്നുകൊള്ളട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ തിരിച്ച് ഇനി ഭഗവാൻ ഇതിന് നല്ല തക്കതായ മറുപടിയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോ അർജുനന്റെ അഭിമാനത്തെ പിടിച്ചു കുലുക്കുന്ന വാക്കുകൾ കൊണ്ട് മാത്രമേ അർജുനനെ എങ്ങനെ ഇതിൽ നിന്നും ഈ തീരുമാനത്തിൽ ഞാൻ ഇങ്ങനെ യുദ്ധത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്ന അർജുനനെ ഉയർത്തി കൊണ്ടുവരാൻ ആർക്ക് പറ്റത്തുള്ളൂ? ഭഗവാന് പറ്റും. അപ്പോ ഭഗവാൻ അർജുനനെ ശരിക്കും പിടിച്ചു കുലുക്കുന്നതും മനസ്സിൽ തറയ്ക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് ഇനി അങ്ങോട്ട് കടക്കാൻ പോകുന്നത്. അപ്പോ ഈ ശ്ലോക പ്രകാരം പൃഥ എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് തന്നെ മനസ്സിലാക്കണം, നിന്റെ അമ്മയുടെ പേരിന് പോലും പേരുദോഷം നീ ഉണ്ടാക്കും ഇങ്ങനെ മാറി നിന്നാൽ. മനസ്സിലായില്ലേ? അപ്പോ എന്ന് മാത്രമല്ല, ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരാളിനെ പോലെ നംസുക ഭാവം നീ വെടിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ ശത്രുക്കളെ നീ യുദ്ധം ചെയ്യണം. ക്ഷുദ്രമായ ഈ ഹൃദയ ദൗർബല്യത്തെ നീ ഉപേക്ഷിക്കണം. നീ എഴുന്നേൽക്കൂ. പരംതപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലാളി വീരനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനോട് ഭഗവാൻ പറയുന്നു. അപ്പോ നമ്മളെ പോലുള്ളവരല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ നിത്യം നമ്മുടെ പല ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകർന്നു പോകാറുണ്ട്, ഇല്ലേ? നമ്മള് ഇനി അടുത്ത കാൽവെപ്പ് എന്തായിരിക്കണം എന്നുള്ള അതിൽ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ അർജുനനെ പറ്റിയതുപോലെ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന നമ്മളെ പോലുള്ളവരുടെ തളർച്ചയെ മാറ്റാൻ മനഃശാസ്ത്രപരമായിട്ട് ഗീത എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്ത വരി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഗീത എന്ന് പറയുന്നത് ജസ്റ്റ് വായിച്ച് കളയാനുള്ള ഒരു പുസ്തകമല്ല. ഇത് നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സാരാംശങ്ങൾ പ്രയോജനപ്പെടുത്തും. അതിനുവേണ്ടി, ഇത് ലോകർക്ക് വേണ്ടിയാണ്, അർജുനന് വേണ്ടി മാത്രമല്ല. കാരണം ഇതിനു മുമ്പ് അർജുനന് കൊടുക്കുന്ന സൂര്യദേവനായ വിവസ്വാൻ ആര് കൊടുത്തിട്ടുണ്ട്? ഇതേ കാര്യം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് അർജുനനും നമുക്ക് ലോകത്ത് മുഴുവൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കും ഇതുപോലെയുള്ള എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ആ ഘട്ടങ്ങളിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഇനി ഭഗവാൻ പറയുന്ന വാക്കുകൾ വളരെ പ്രയോജനവത്തമാകും. അപ്പൊ ഇങ്ങനെ ഭഗവാൻ പറയുന്ന ആ വാക്കുകളിലൂടെ അർജുനന്റെ എന്താ പറയാ മനസ്സ് മാറി വരികയും സ്വന്തം ന്യായീകരണങ്ങൾ, അതുവരെ അർജുനൻ പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കരമായ ന്യായീകരണങ്ങളായിരുന്നു. എന്താണ്? ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, യുദ്ധത്തിൽ ആൾക്കാർ മരിക്കും, ബന്ധുജനങ്ങൾ മരിക്കും, അങ്ങനെ വരുമ്പോ സ്ത്രീകളൊക്കെ പിന്നെ ഭർത്താക്കന്മാരില്ലാതെ വരും, അങ്ങനെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത കുട്ടികൾ ജനിക്കും, ഈ പറയുന്ന കാര്യങ്ങൾ ആചാരങ്ങളെല്ലാം പിടിയും ആൾക്കാര്, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ച അർജുനൻ ഇപ്പോൾ എന്തുപറ്റി? കൃഷ്ണന്റെ ഈ വാക്കുകൾ തൊട്ട് അർജുനന് സ്വയം താൻ ഇത്രയും നേരം പറഞ്ഞതെന്നും നിന്നും വ്യത്യസ്തമായിട്ടാണ് പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് അർജുനൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ ആ ശ്ലോകമാണ് 2-4 രണ്ടാം അധ്യായത്തിന്റെ 4-ാമത്തെ ശ്ലോകം. അത് വായിക്കാം. അർജുന ഉവാച കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഭിക്ഷുകീ പ്രതി യോത്സ്യാമി പൂജാഭാവരിസൂദന. കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഭിക്ഷുഭിഃ പ്രതി യോത്സ്യാമി പൂജാഭാവരിസൂദന. വിവർത്തനം. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവരെ ഞാനിങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചു. ബഹുമാന്യരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല.
ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ച് അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പയും? തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദം. അപ്പോ ഇവിടെ എന്താണ്? ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യയും പോലെയുള്ളവർ പൂജാർഹരാണ്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. അവര് മുതുമുത്തശ്ശനാണ്, പിന്നെ ഗുരുവാണ്. അപ്പൊ അവരെയൊക്കെ നമ്മൾ വാക്കുകൊണ്ട് പോലും ഒന്നും പറയാൻ പാടില്ല. ശരിക്കും അത് ശരിയാണ്. നമ്മുടെ ഗുരുജനങ്ങളെയും നമ്മുടെ മുതിർന്നവരെയും ഇന്നത്തെ കാലത്ത് അത് വളരെ കുറഞ്ഞു വരുന്നു, അല്ലെ? പണ്ടത്തെ ആ കാലഘട്ടത്തില് മാമന്മാർക്കൊക്കെ അല്ലെങ്കിൽ വല്യച്ഛന്മാര് ചെറിയച്ഛന്മാരൊക്കെ വരുമ്പോൾ നമ്മള് എന്തോ ഒരു ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല, എന്നാൽ പോലും ഒരു ചെറിയ പേടിയും അടുത്തൊക്കെ വരാനൊക്കെ ഒരു ഭയവും. എന്തിനാണ് എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. ഒരു ബഹുമാനം കൊണ്ടുള്ള ഒരു ഭയം, ഇല്ലേ? എനിക്കൊക്കെ അങ്ങനെ അനുഭവമാണ്. നമ്മുടെയൊക്കെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കും. അപ്പൊ അവരെന്താ നീ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അത്? അവരെ കണ്ട് അവരെ നമ്മൾ അടിക്കുമെന്ന് പിടിക്കുമെന്ന് വിചാരിച്ചല്ല, അവരോടുള്ള ഒരു ബഹുമാനം, അല്ലെ? ആ ബഹുമാനവും സ്നേഹവും കൊണ്ട് നമ്മൾ എപ്പോഴും ഭയഭക്തിയോടുകൂടി. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ബഹുമാനമൊക്കെ വളരെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോ അറിയാന്നുള്ള മട്ടിലൊക്കെയാണ് മാവന്മാരൊക്കെ പുറത്തൂടെ കൈയും കഴുകി ഇട്ടുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറ നടക്കും. അതിന്റെ ഒരു പങ്ക് നമ്മുടെ ഈ പറയുന്ന മാവന്മാരുടെ ഭാഗത്തും ഉണ്ട്. കാരണം ഇവരുടെ എല്ലാ മോശമായ കാര്യത്തിലും ഈ സഹോദരിയുടെ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ആ സ്കൂളുകളിൽ അധ്യാപകർ വളരെ തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ സ്വന്തം മക്കളെ പോലെ കാണേണ്ടവരാണ് വിദ്യാർത്ഥികൾ, അല്ലേ? പക്ഷെ അവരിപ്പോ കൂട്ടുകാരെ പോലെയാണ് ആരെ കാണുന്നത്? ആ വിദ്യാർത്ഥികളെ കാണുന്നത്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയ ചേർത്ത് വാങ്ങിച്ചു വലിക്കുന്ന ആ ഒരു തലത്തിലേക്ക് വരെ ആര് പോയിക്കൊണ്ടിരിക്കുന്നു? അധ്യാപകർ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന സ്നേഹ ബഹുമാനങ്ങളൊന്നും പഴയ കാലത്തെ പോലെ ഇല്ല എന്നാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇതിനെന്ന് മാത്രവുമല്ല, ഈ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ അധ്യാപകരെയൊക്കെ തലമണ്ടയിൽ അടിക്കുന്ന സംഭവങ്ങള്. പിന്നെന്താണ്? പ്രിൻസിപ്പാളിന്റെ അവിടെ റീത്ത് കൊണ്ട് വയ്ക്കുന്നു, പ്രിൻസിപ്പാളിനെതിരെ കോര നടത്തുന്നു, കരിയോയിൽ ഒഴിക്കുന്നു, ഇല്ല? ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന സംഭവങ്ങളാണ്. ആ ബഹുമാനവും ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല. അതിൽ ഒരു പരിധി ഇവരുടെ എല്ലാം ഭാഗത്ത് തെറ്റുണ്ട്. ആരുടെ? വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ ചേഴാറന്മാരുടെ ഭാഗത്ത് കാട്ടി ഉപരി ഈ പറയുന്ന അധ്യാപകരുടെയും പിന്നെ ഈ മാവന്മാരുടെ ഒക്കെ ഭാഗത്തുണ്ട്. കാരണം അവര് ആ പക്വത കാണിക്കുന്നില്ല. മനസ്സിലായില്ല? അപ്പൊ അത് രണ്ടു കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോ എന്നാ ഇവിടെ പറയുന്ന എന്താണ്? വാക്കുകൊണ്ട് പോലും അവരുടെ ഈ പറഞ്ഞ പോലെ സംസാരിച്ച് എതിർക്കാനോ ഒന്നും പാടില്ല. പിന്നെന്താണ്? അത് മാത്രമല്ല, അർജുനൻ ചോദിക്കുന്ന വേറെ ചോദ്യം എന്താണ്? തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തയ്യാറാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പൊ അർജുനന്റെ സ്ഥാനത്ത് കൃഷ്ണനാണെങ്കിൽ അന്ന് ഇതുപോലെ ചെയ്യുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? അർജുനൻ ചോദിക്കുന്നത്. നമ്മളെ ആൾക്കാരുടെ അതേ ശൈലിയിൽ, അല്ലെ? നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഉത്തരം കിട്ടുമ്പോൾ തിരിച്ചു ചോദിക്കുക, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കല്ലേ? അതുപോലെ അർജുനൻ ചോദിക്കുക. പക്ഷെ ഇവിടെ അർജുനൻ ആരാണ്? ക്ഷത്രിയനാണ്. ഇനി ക്ഷത്രിയൻ മാത്രമല്ല, അർജുനന് അവകാശപ്പെട്ട പകുതി രാജ്യം, അതും പോകട്ടെ, അർജുനനും പാണ്ഡവരും സ്വന്തമായിട്ട് കൃഷ്ണന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ഇന്ദ്രപ്രസ്ഥം എന്ന ദേവേന്ദ്രന്റെ ലോകത്തിനെ കാട്ടിയും അതിസുന്ദരമായ എന്താ പറയാ രാജ്യസഭയൊക്കെ ഉള്ള ഇന്ദ്രപ്രസ്ഥത്തിനെയും കൂടി ആര് കൈക്കലാക്കി വെച്ചിരിക്കുന്നു? ദുര്യോധനനും ധൃതരാഷ്ട്രമൊക്കെ കയ്യിലാക്കി. അപ്പൊ അത് ഒരു പകുതി രാജ്യം കൊടുക്കണ്ട, കുറഞ്ഞ പക്ഷം ഇന്ദ്രപ്രസ്ഥമെങ്കിലും വിട്ടുകൊടുത്തൂടെ? അപ്പൊ ഇവരുടെ സ്വന്തം രാജ്യത്തിലെ കൊട്ടാരത്തിനെക്കാട്ടിയും എന്താണ് മികവുറ്റതാണ് ആരുടെ? ഇന്ദ്രപ്രസ്ഥം. ആരുടെ? അതുകൊണ്ട് അതുപോലും ആര് കൊടുക്കുന്നില്ല? ദുര്യോധനൻ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുനൻ യുദ്ധം ചെയ്യാനും തനിക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കാനും അർഹനാണ്. അത് ചെയ്തേ പറ്റൂ.
അപ്പൊ ഇത്രയും നേരം നമ്മൾ മുൻ ശ്ലോകങ്ങളിലെല്ലാം കണ്ടത് എന്താണ്? അർജുനൻ പല പല ന്യായങ്ങൾ നിരത്തി യുദ്ധത്തിൽ നിന്നും പിന്മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നിട്ട് ആ ചോദ്യങ്ങളെല്ലാം ആ ന്യായീകരണങ്ങളെല്ലാം പതിയെ മടക്കി വച്ചിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഇങ്ങനെ ഇങ്ങനെ അങ്ങയുടെ മുത്തച്ഛനെയും അങ്ങയുടെ ഗുരുവിനെയൊക്കെ ആണെങ്കിൽ അങ്ങ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോ താൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഭഗവാനോട് ചോദ്യം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരെത്തി? അർജുനൻ. ഇത്രയും നേരം ന്യായീകരിച്ചുകൊണ്ട്, താൻ പറയുന്നതൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇനി വേണം ആ ഭഗവാൻ ഉത്തരം കൊടുക്കാൻ. ഭഗവാന്റെ അടുത്ത് ചോദ്യം ചോദിച്ചാലേ ഭഗവാൻ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോ നമ്മളും നമ്മുടെ ജീവിതമാകുന്ന ഇതുപോലെയുള്ള യാത്രയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സംശയങ്ങൾ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാനെ ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആരെ കൊണ്ടിരുത്തണം? ഭഗവാനെ കൊണ്ടിരുത്തണം. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, ഭഗവാൻ എന്ത് പറഞ്ഞുവോ അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരോ തീരുമാനങ്ങൾ എടുക്കണം. അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരികയാണ് കൃഷ്ണൻ അർജുനനോട് ഇനി കൊടുക്കുന്ന മറുപടി. അപ്പോ ഇവിടെ അർജുനൻ ഭഗവാനെ പറയുന്നത് മധുസൂദനൻ അല്ലെങ്കിൽ ഹരിസൂദനൻ, രണ്ട് വാക്കുണ്ട്, ഇല്ലേ? മധുസൂദനൻ ഒന്ന്, രണ്ട് ഹരി എന്ന് പറഞ്ഞ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ ഒന്ന്, രണ്ട് മധു എന്ന് പറയുന്നത് ഒരു അസുരനാണ്. അസുരനെ കൊന്ന ആളാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. അപ്പോ തന്റെ നിസ്സഹായതയെ അർജുനൻ ഭഗവാന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയും നേരം താൻ പറഞ്ഞ് ന്യായീകരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു പടി പിറകിലേക്ക് പോവുകയും തന്റെ ചോദ്യങ്ങൾ, തന്റെ സംശയങ്ങൾ എങ്ങനെ തീർക്കണം, എങ്ങനെ അതിനെന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ഒരവസ്ഥയിലേക്ക് അർജുനൻ പോകുന്നു. പിന്നെ എന്താണ്? എന്റെ മുത്തുമുത്തശ്ശൻ, എന്റെ ഗുരു, അവരെ ഞാൻ പൂജിക്കേണ്ടവനല്ലേ? അവരെ അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ എങ്ങനെ മുറിവേൽപ്പിക്കും? അവരുടെ മരണവേദനയോടുള്ള പിടച്ചിൽ ഞാൻ എങ്ങനെ കാണും? അതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? എന്നൊക്കെയുള്ള രീതിയിലാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, എന്റെ സ്ഥാനത്ത് അങ്ങായിരുന്നെങ്കിൽ അങ്ങ് എന്ത് തീരുമാനം എടുക്കുമെന്നും അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ മുമ്പ് ഞാൻ പലരെയും പല യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നവരെല്ലാം ആരാണ്? എന്റെ മുത്തശ്ശനും ഗുരുജനങ്ങളുമാണ്. അത് മാത്രവുമല്ല, മുമ്പ് നടന്ന യുദ്ധങ്ങളിൽ എന്ന് പറയുന്നത് ഈ അവസാനമായ അന്ത്യയുദ്ധമല്ല. അത് പല പല കാരണങ്ങൾക്ക് വേണ്ടിയുള്ള ജയപരാജയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. അവിടെ ആരെയും കൊല്ലണമെന്നോ എന്നുള്ള ഒരു അവസ്ഥ വരുന്നില്ല. തോൽപ്പിക്കുക അല്ലെങ്കിൽ ജയിക്കുക, ആ ഒരു വിഷയമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവസാന യുദ്ധമാണ്. ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ സ്വയം കൊല്ലപ്പെടുക. ഒന്നുകിൽ കൊന്ന് രാജ്യം നേടുക, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് എവിടെ പോവുക? സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇവരെ കൊന്നേ പറ്റും. മറ്റൊന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദേഹത്തൊക്കെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ തോൽപ്പിച്ചാൽ മതി. ഇവിടെ അതല്ല. ഇവിടെ കൊന്നേ പറ്റൂ, ഇല്ലേ? കാരണം രണ്ടു കൂട്ടരെയും കൊല്ലാൻ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഇനി ഇവിടെ വേറെ സമാധാനം ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് അർജുനൻ എന്തുപോയി തളർന്നു പോയത്. മറ്റേ യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ ഇത്തരം നിസ്സഹായ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പല ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അത് മറികടക്കാൻ ഭഗവാനോട് നമ്മൾ ഈ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം. അതിനെല്ലാം മറുപടി നമുക്ക് ഈ ഭഗവത്ഗീതയിലൂടെ കിട്ടും. അപ്പോ ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്, പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു പ്രഭുജി. പ്രഭു തന്നെയാണ് ഹോസ്റ്റ്. പ്രഭു എൻഡ് ചെയ്തോളൂ പ്രഭു, എൻഡ് ചെയ്തോളൂ. നന്ദി പ്രഭു, വളരെ നന്ദി.
ഹരേ കൃഷ്ണ. ഇതില് വിഷ്ണുപ്രിയ മാതാജി ആരാണ്? താങ്കളാണ് ഹോസ്റ്റ്. ഇതൊന്ന് എൻഡ് ചെയ്തേക്കാമോ പ്ലീസ്? പ്രഭു ഇറങ്ങിക്കഴിഞ്ഞു. വിഷ്ണുപ്രിയ എന്ന് എഴുതിയിരിക്കുന്ന മാതാജി ദയവായി ഹോസ്റ്റ് ആണ്. അങ്ങ് ദയവായി ഈ പ്രോഗ്രാം എൻഡ് ചെയ്തേക്കാമോ പ്ലീസ്? താങ്ക് യു.